ഹലോ എവരിവൺ, ഞാൻ ശ്രുതി. സാറാമ്മയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺസ്റ്റിച്ച്ഡ് സൽവാർ സൂട്ട്സ് ആണ് കാണിക്കുന്നത്. അത് സിൽക്കി കോട്ട ഫാബ്രിക്കിലും പിന്നെ ലിനൻ ഫാബ്രിക്കിലും വന്നിരിക്കുന്ന ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ട്, അത് യോക്ക് പോർഷനിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഫാബ്രിക്സിൻ്റെ അൺസ്റ്റിച്ച്ഡ് സൂട്ട്സിൻ്റെ കളക്ഷനാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഫസ്റ്റ് ഞാനൊരു ലിനൻ ഷെയ്ഡിൽ വരുന്നൊരു സെറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതുപോലെ യോക്കിൽ കംപ്ലീറ്റ് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ടോപ്പിൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡും ലിനൻ ഫാബ്രിക്കാണ് മെറ്റീരിയൽ വരുന്നത്. ടോപ്പിൻ്റെ യോക്കിൽ ഇതുപോലെ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ്. അതിൽ കംപ്ലീറ്റ് ഇതുപോലെ ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സിൻ്റെ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ഫുൾ ദുപ്പട്ടയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബോട്ടം പീസ് വരുന്നത്. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വന്നിരിക്കുന്ന ഒരു സെറ്റാണ്. 2 ഷെയ്ഡ്സും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഒരെണ്ണം വരുന്ന ഒരു ഗ്രേ ഷെയ്ഡും പിന്നെ വരുന്ന ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡും. ഈ 2 ഷെയ്ഡ്സാണ് നമുക്ക് സെയിം പാറ്റേണിൽ തന്നെ അവൈലബിൾ ആയിരിക്കുന്നത്. സോ അതും കൂടെ ഞാൻ വെച്ച് കാണിക്കാം. നിങ്ങൾക്ക് ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഒക്കെ ഇടാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. നല്ല ലെങ്ത് ഉണ്ട് മെറ്റീരിയലിന്. ഇതതിൻ്റെ ദുപ്പട്ട ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെ അകത്ത് ദുപ്പട്ടയിൽ കംപ്ലീറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ആൻഡ് ഇതതിൻ്റെ ബോട്ടം. ഇതാണ് ഫുൾ സെറ്റ്. ഗ്രീൻ ഷെയ്ഡ്, അതായത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ലൈറ്റ് പിസ്ത ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു ലെമൺ യെല്ലോയും പിസ്ത ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടൊരു ലൈറ്റ് ടോൺ, നല്ലൊരു സെറ്റിലായിട്ടുള്ളൊരു കളറാണ്. ദുപ്പട്ട ആൻഡ് ബോട്ടം. നല്ല തിക്ക് എംബ്രോയ്ഡറി ആണ് യോക്കിൽ വന്നിരിക്കുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ടോപ്പും ദുപ്പട്ടയും വരുന്ന സിൽക്കി കോട്ടയിൽ അതിൽ എംബ്രോയ്ഡറി വരുന്നതാ ഇതുപോലെയാണ്. നെക്ക് പോർഷനിൽ ഒരു എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സീക്വൻസും ത്രെഡ് വർക്കും കൂടെ ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയ്ഡറി ആണ്. ഫസ്റ്റ് കളർ വരുന്ന ലൈറ്റർ ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ്. ഇതാണ് ടോപ്പ് വരുന്നത്. അപ്പോൾ നമുക്കത് ലൈക്ക് ഇങ്ങനെ വരുവേ, എന്നൊരു ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വരും എംബ്രോയ്ഡറി. ദുപ്പട്ട വരുമ്പം ദുപ്പട്ടയും സിൽക്കി കോട്ട ഫാബ്രിക്കിൽ തന്നെയാണ് വന്നേക്കുന്നത്. അതിൽ 4 സൈഡ്സിലും ദുപ്പട്ടയുടെ 4 സൈഡ്സിലും ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ എംബ്രോയ്ഡറി വർക്കും ദുപ്പട്ടയിൽ പോയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്കും ഓൾ ഓവർ ദുപ്പട്ടയിൽ പോയിട്ടുണ്ട്. ഇതതിൻ്റെ ബോട്ടം പീസ് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡാണ് വരുന്നത്. ഫാബ്രിക്കിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് നമുക്കിനി ഉള്ളത്. ഒരെണ്ണം വരുന്നൊരു പീച്ചും നെക്സ്റ്റ് വരുന്നൊരു മെഹന്തിയുടെ ഒരു ഡാർക്കർ ടോണിൽ വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡും. സോ ഇത് ടോപ്പ്. ഈ ഒരു പാറ്റേണിൽ വരും. നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സെറ്റ്. ദുപ്പട്ട ആൻഡ് ബോട്ടം സെയിം പാറ്റേൺ തന്നെയാണ്, കളർ മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ. അതാണ് ഞാൻ എല്ലാം ഇങ്ങനെ. ദുപ്പട്ട ആൻഡ് ബോട്ടം. ഇതാണ് ഈ സെറ്റ് വരുന്നത് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2357 ആണ്. 2357 സിൽക്കി കോട്ട ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വന്നിരിക്കുന്ന സെറ്റ്സാണ്. സോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. താങ്ക് യു.